ഗായ്സ്, അപ്പോൾ ഞങ്ങളുടെ ബാംഗ്ലൂർ ട്രിപ്പിൻ്റെ ഫൈനൽ വ്ളോഗാണ് കേട്ടോ ഇത്. അങ്ങനെ മേഘന ബിരിയാണിയൊക്കെ കഴിച്ച് വയറും നിറഞ്ഞ് ഞങ്ങൾ 3 പേര് നേരെ പോയത് കബോൺ പാർക്കിലേക്ക്. നമ്മുടെ ബാംഗ്ലൂരിൻ്റെ മെയിനായിട്ടുള്ളൊരു ഗ്രീൻ സോഴ്സാണ് കേട്ടോ ഈ കബോൺ പാർക്ക്. കുറേ വ്ളോഗ്സിലൊക്കെ ഞാൻ ഈ പാർക്ക് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. പിന്നെ ബാംഗ്ലൂരിൽ വന്നാൽ നമ്മൾ മെയിനായിട്ട് കാണുന്ന കാര്യമാണ് കേട്ടോ ഈ ഫ്ലവേഴ്സ്. ഇവിടെ അവർ എന്ത് ഒക്കേഷനും ഫ്ലവറാണ് കേട്ടോ ചൂസ് ചെയ്യുന്നത്. ഞാൻ ഈ ബാംഗ്ലൂർ വന്നിറങ്ങിയതിന് ശേഷം തന്നെ കുറേ പേരുടെ ഇങ്ങനെ ഫ്ലവർ ബൊക്കേസ് ഒക്കെ കണ്ടു. അങ്ങനെ ഞാൻ പോകുന്ന വഴി കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. അത് കണ്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയിട്ട് ഞാനത് അവിടെ നിന്ന് കണ്ടു. ഇപ്പോൾ നമ്മൾ കറക്റ്റ് നിൽക്കുന്നത് ബാംഗ്ലൂർ MG റോഡാണ് കേട്ടോ. എന്ത് വലിയ സിറ്റിയാണല്ലേ ഈ ബാംഗ്ലൂർ. പണ്ട് കോളേജിൽ നിന്ന് ഐവിക്ക് വന്നതിന് ശേഷം പിന്നീട് ഇപ്പോഴാണ് കേട്ടോ ഞാനിവിടെ വരുന്നത്. ഇന്ന് കുറച്ചധികം പ്ലാൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ രാവിലത്തെ കുറച്ച് ലാഗ് കാരണം ഞങ്ങൾക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും ഞങ്ങൾ എല്ലായിടത്തും ടച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ കബോൺ പാർക്കിലെത്തി. എന്ത് പീസ്ഫുൾ ആയിട്ടുള്ളൊരു പാർക്കാണിത്. സത്യം പറയാലോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ മൈൻഡിലുള്ള സ്ട്രെസ് എല്ലാം മാറ്റി കുറേ നേരം പീസ്ഫുൾ ആയിട്ടിരിക്കാൻ പറ്റിയ ഒരു പാർക്കാണ് കേട്ടോ അത്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു 5:30 ഒക്കെ ആയിട്ടുണ്ട്. ഇവിടുത്തെ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ടെന്ന് പറയുമ്പോൾ ഈ ട്രീസൊക്കെ തന്നെയാണ്. ഞങ്ങളതിന് ഓടിച്ചാടി കുറേ നേരം അവിടെയൊക്കെ അലഞ്ഞു നടന്നു. അവിടെ എത്ര നേരം ടൈം പോണ അറിയണമില്ലായിരുന്നു. കുറേ ക്വാളിറ്റി ടൈം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് രാത്രി ആയപ്പോഴേക്ക് ഞങ്ങൾ റൂമിൽ വന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറേ ഷോർട്സ് ഉണ്ടായിരുന്നു ഗായ്സ്. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം എൻ്റെ ഫോൺ ഓഫായി പോയിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിൽ വന്ന് കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞ്, ആക്ച്വലി ഞങ്ങൾ റൂമിൽ വന്നിട്ട് ഇപ്പോഴാണ് കേട്ടോ നല്ലോണം ഒന്ന് ഇരിക്കണം തന്നെ. എല്ലാം ഒരു ഹർബറി ആയിരുന്നല്ലോ. അങ്ങനെ ഏകദേശം ഒരു 10:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ പോയത് പബ്ബിലേക്കാണ്. ബാംഗ്ലൂർ വന്ന പബ്ബ് മുഖ്യമാണല്ലോ. അങ്ങനെ നേരെ ഞങ്ങളൊരു ഊബറും വിളിച്ചിട്ട് ലൊക്കേഷനിലേക്ക് പോയി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഞാൻ അറിയാതെ തന്നെ എനിക്ക് വേണ്ടി ചെയ്തിരുന്ന 2 കൂട്ടുകാരാണ് കേട്ടോ ഇവർ. ഇക്കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കിയാണ്. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഒരുപാട് ഡാൻസ് കളിച്ചു. ഒത്തിരി സ്ട്രെസ് റിലീഫായി. അങ്ങനെ ഞങ്ങൾ കുറേ നേരം പബ്ബിലൊക്കെ അടിച്ച് പൊളിച്ച് പിന്നെ നേരെ വന്ന് ഒരൊറ്റ കടത്തയാണ്. അങ്ങനെ പിറ്റേ ദിവസം ആസ് യൂഷ്വൽ ഞാൻ കുറച്ച് നേരത്തെ എണീറ്റു. ഞാൻ എണീച്ച് കഴിഞ്ഞാൽ ബാക്കി 2 പേരെയും കുത്തിപ്പൊക്കി എണീപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ്. പിന്നെ കുറേ നേരം അവിടെ കിടന്ന് കളിച്ച് തിമിർത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഓൾറെഡി ടൈം ലേറ്റായി. അവിടുന്ന് കോൾ വന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ കഴിക്കാൻ ഇറങ്ങിയത്. ഫുൾ കുത്തി നിറച്ച് കഴിക്കാനൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഞാൻ ആകെ കഴിച്ചത് സോസേജും ഒരു സാൻഡ്വിച്ചും കുറച്ച് ഡെസേർട്ടും കുറച്ച് ജ്യൂസും അത്ര മാത്രമേ കഴിച്ചോളൂ. പിന്നെ കൂടെ ഒരു ഓംലെറ്റും കഴിച്ചായിരുന്നു കേട്ടോ. അതെനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. എന്തൊക്കെ പറയാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ചെക്കൗട്ട് ടൈം വരുന്നത് 12:30 ആയിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്നു. റൂമിൽ വന്ന് ഫ്രഷ് ആയിട്ട് നേരെ ഇറങ്ങി. ഇന്ന് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ. ഒരു ദിവസം പെട്ടെന്ന് എങ്ങനെ പോയെന്നറിയാൻ വയ്യായിരുന്നു. കാരണം ഇന്നലെ അങ്ങോട്ട് ഇതേ ടൈമിൽ വന്നിട്ട് പെട്ടെന്ന് അടുത്ത ദിവസമായ പോലെ ഞങ്ങൾ അവിടെ ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ ഒരു മാളിലേക്ക് പോയി. ഈ മാളിൻ്റെ പേര് ഗരുഡ മാൾ. അവിടെ കയറി ഇറങ്ങിയപ്പോഴേക്കും നല്ല മഴയുണ്ടായിരുന്നു. ഞങ്ങൾ മഴ നനഞ്ഞിട്ടായിരുന്നു ഫാഷൻ സ്ട്രീറ്റിലേക്ക് പോയത്. അവിടെ ചെന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞായിരുന്നു. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് നല്ല വിശന്നപ്പോൾ ജസ്റ്റ് കുറച്ച് ചാറ്റ് കഴിക്കാമെന്ന് വെച്ചാൽ ഗൈസ് ഒട്ടും സുഖമില്ലായിരുന്നു. ഒരു ഫുഡും കൊള്ളില്ലായിരുന്നു. എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ആകെ കുറച്ചേലും കുടിച്ചത് ആ ചായ മാത്രമായിരുന്നു. അങ്ങനെ കുറേ നേരത്തെ ഷോപ്പിങ്ങിന് ശേഷം ഞങ്ങൾക്ക് പോകാനുള്ള ടൈമായി ഗൈസ്. ലാസ്റ്റ് മിനിറ്റ് ഒരു ഹർബറി ആയിരുന്നു. ഞങ്ങൾ നേരെ ഹോസ്റ്റലിൽ വന്നു. ബാക്കി ലഗേജൊക്കെ പിക്ക് ചെയ്ത് നേരെ ഊബർ വിളിച്ചിട്ട് സ്റ്റേഷനിലേക്ക് പോയി. ഇത് ട്രാഫിക് സിഗ്നലിൽ വന്ന ഒരു കാഴ്ചയാണ്. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. രാത്രിയിലേക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമൊന്നും കിട്ടാഞ്ഞു. ഞങ്ങൾ 2 പേരും ഫുഡ് മേടിച്ചിട്ടാണ് കേട്ടോ കൊണ്ടുപോയത്. എത്ര നേരം കഴിഞ്ഞാലും ഈ യാത്ര വരുന്ന ടൈം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. ഞങ്ങൾ ചിരിക്കുന്നുണ്ടെങ്കിലും നല്ല വിഷമമുണ്ട്. പാവം ഞങ്ങൾ ഇത്ര ദൂരം കൊണ്ടാക്കിയിട്ടാണ് കേട്ടോ അവൾ പോയത്. പിന്നെ നേരെ ഞങ്ങൾ സീറ്റിൽ വന്നിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങി. നല്ല വിശപ്പുണ്ടായിരുന്നു. ആ പാക്കറ്റ് തുറന്നത് ഓർമ്മയുണ്ട്. പിന്നെ അത് എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞൂടാ. അത്രയ്ക്ക് പെട്ടെന്ന് കഴിഞ്ഞു. ഇത് കൂടാതെ ഞങ്ങൾ ചിക്കൻ ബിരിയാണി കൂടെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എണീറ്റ് ആസ് യൂഷ്വൽ ട്രെയിനിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ബ്രെഡ് ഓംലെറ്റും ഇഡലിയും മേടിച്ചു. ഫുഡ് എത്ര സുഖമായാലും ഈ ഒരു വൈബിലിരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ, അതൊന്നും വേറെ തന്നെ. അങ്ങനെ ഞാൻ ആ കാഴ്ചകളും കാര്യമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്ക് കുട്ടൻ്റെ സ്റ്റോപ്പെത്തി. ഈ 2 ദിവസം എത്ര പെട്ടെന്ന് ഇങ്ങനെ പോയെന്ന് അറിയാൻ വയ്യ. കൂടാതെ അടുത്ത ഡെസ്റ്റിനേഷൻ എങ്ങോട്ട് പോകണമെന്ന് കുറേ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങളുടെ ഈ ഒരു ബാംഗ്ലൂർ ട്രിപ്പ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് പുതിയൊരു വ്ളോഗിൽ കാണാം. അതുവരേക്കും ബൈ.